സീരിയസ്ലി യു വിൽ ഫെയിൽ. ഈ 3 മണിക്കൂർ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ യു വിൽ ഫെയിൽ. അള്ളാനാണ്, യു വിൽ. Assalamu alaikum. Now Adil, and this chapter 14, 15, 16 of Psychology of Money, which is you'll change, nothing's free, you and me. 3 മണി റൂൾ ദാറ്റ് ഗ്യാരണ്ടീസ്. അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ യു വിൽ ഫെയിൽ. ഒന്നാമത്തെ റൂള്, യു വിൽ ഫെയിൽ ഇഫ് യു ഫൊർഗെറ്റ്, യു വിൽ ചേഞ്ച്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകം, ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ കൂടെ തന്നെ മാറുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം. സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിസിഷൻ, അത് ഒരിക്കലും മാറൂല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചും. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഉള്ള ഒരു ആഗ്രഹം, ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആഗ്രഹങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആവശ്യങ്ങളും ആയിരിക്കൂല 10 വർഷം നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത്. കാരണം 10 വർഷം കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള നിങ്ങളുടെ ആഗ്രഹം പട്ടി വരെ ആയിരിക്കുള്ളൂ, ഒരു കൺസിഡറേഷൻ ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 22 വയസ്സുള്ള ഒരു ചെക്കന് അവന്റെ സേവിങ്സ് അതെല്ലാം എടുത്തിട്ട് ചിലപ്പോൾ ഒരു ബൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, എല്ലാം. കാരണം ഇത് പൊളിയായിരിക്കും, ഭാവിയിൽ ഞാൻ അതുകൊണ്ടൊക്കെ വെറുതെ ലോകം ചുറ്റും എന്നൊക്കെ പറഞ്ഞു നടക്കും. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പക്ഷെ അന്നത്തെ ആ സേവിങ്സ് എടുത്ത് വല്ല കാറിന് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, ഇപ്പൊ പോകാനൊരു വണ്ടിയില്ല. ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ കുറച്ച് വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇപ്പൊ പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ സ്കൂൾ, അവരുടെ ഫീസ്, അപ്പൊ അതിനുവേണ്ടിയൊക്കെ സേവ് ചെയ്യണമായിരുന്നു എന്നൊരു ഡിസിഷൻ നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ സോ ഷോകാവും, റിഗ്രറ്റ് ആയിരിക്കും. ആൻഡ് ട്രസ്റ്റ് മീ, റിഗ്രറ്റിനെക്കാട്ടും വലിയൊരു പെയിൻ, ഒരു തലവേദന നിങ്ങൾക്ക് വരാനില്ല. സോ നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും പെർമനന്റ് ആവരുത്. അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാറും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ ഉണ്ടാക്കാൻ. ഓക്കെ. റൂൾ നമ്പർ 2, യു വിൽ ഫെയിൽ ഇഫ് യു തിങ്ക് ഫ്രീ എക്സിസ്റ്റ്. അത് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നത്തിങ് ഇസ് ഫ്രീ. അത് നമ്മുടെ ഏതൊരു റിവാർഡ് ആണെങ്കിലും, അത് എങ്ങനത്തെ റിവാർഡ് ആണെങ്കിലും, ഇറ്റ്സ് നോട്ട് ഫ്രീ, ഹാസ് എ കോസ്റ്റ്. അത് എല്ലാ സമയത്തും പൈസ ആണെന്ന് യാതൊരു നിർബന്ധമില്ല. സംടൈംസ് ഇറ്റ്സ് എ ഹിഡൻ കോസ്റ്റ്. ഹിഡൻ കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അത് ഇമോഷണൽ സ്ട്രെസ് ആവാം, സ്ലീപ്ലെസ് നൈറ്റ് ആവാം, ടെൻഷൻ, അങ്ങനെ പലതും. അതാണ് ഈ ഹിഡൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കോവിഡിന്റെ സമയത്തൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ 30% ഒരാഴ്ചയിലൊക്കെ ഇടിഞ്ഞു വീണത്. അപ്പൊ അന്ന് മിക്ക ആൾക്കാരും, എല്ലാവരും എന്താണുള്ളത് അതെടുത്ത് അങ്ങോട്ട് സെല്ലേനായിരുന്നു. പക്ഷെ ഒരു 1% ആൾക്കാരുണ്ട്, അവര് അത് ഇമോഷണലി അവര് എല്ലാം സെറ്റായി, അവരെല്ലാം പിടിച്ചെന്ന് അതെല്ലാം ബെയർ ചെയ്ത് അവര് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആൻഡ് ഒരു വർഷത്തില് ശരിക്കും മൾട്ടിപ്ലൈ അവരുടെ പോർട്ട്ഫോളിയോ കൊണ്ട് കയറിപ്പോയി, ശരിക്കും പീക്ക് ലെവലിലേക്ക് എത്തിയവര്. പിന്നെ ഇപ്പൊ വേറെ ചിലവർ ഇങ്ങനെ ആലോചിക്കും, എന്ത്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ഫ്രീ ആയിട്ടല്ലേ, നമ്മൾ ആർക്കും പൈസ കൊടുക്കുന്നില്ലെന്ന്. റിയലി? ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ അവിടെ കൊടുക്കണ കോസ്റ്റ് എന്താന്ന് വെച്ചാൽ ഡാറ്റ, ടൈം, അറ്റൻഷൻ. ആൻഡ് അത് ഒരു ചില്ലറ സാധനമല്ല. നമ്മ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പൊ കുറെ പേർക്ക് അനുഭവം ഉണ്ടാവും, എന്ത്, നിങ്ങൾ ഒരു ആഡ്, ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഒരു വാച്ചിന്റെ ഒരു ആഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി, എന്താണ് കാണാൻ വേണ്ടി. അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ഡാറ്റ, നിങ്ങൾ വാച്ചിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളൊരു ഡാറ്റ എല്ലാ ഇതിലേക്കും പോയി. ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ബ്ലാ ബ്ലാ ബ്ലാ, എല്ലാം അതിലേക്ക് പോകുമ്പോൾ അവരിങ്ങനെ റെക്കമെൻഡ് ചെയ്തേ, നമ്മുടെ ഈ സാധനം എടുത്തോക്ക്, സീൻ സാധനം എന്നൊക്കെ പറഞ്ഞ് അവർ അഡ്വർടൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ ഒരു ഹാബിറ്റ്, നിങ്ങളുടെ ഒരു ബിഹേവിയർ ആണ് അവിടെ സെല് ചെയ്തത് നിങ്ങൾ. പിന്നെ ടൈം ഇതേ ഇപ്പൊ എങ്ങനെ നോക്കിയാലും അപ്രോക്സിമേറ്റ്ലി എങ്ങനെ വന്നാലും ഒരു ഏറ്റവും കുറഞ്ഞത് ഒരാൾ ഇൻസ്റ്റാഗ്രാം എങ്ങനെ വന്നാലും 2 മണിക്കൂർ മിനിമം യൂസ് ചെയ്യും. ഒന്ന് കാൽക്കുലേറ്റ്, ഒരു വർഷത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 × 365 730 hours. ഈ 730 hours എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ദിവസത്തേക്ക് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 24, 30 ദിവസം. നിങ്ങളുടെ ഒരു വർഷത്തിലെ 30 ദിവസമാണ്. അത് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. 2 മണിക്കൂർ നിങ്ങൾ ഡെയിലി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊരു സാധനം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ
30 ദിവസമാണ് നിങ്ങൾ ഒരു വർഷത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ കോസ്റ്റ്. അത് ചില്ലറ സാധനമല്ലല്ലോ. അതാണ് നത്തിങ് ഇസ് ഫ്രീ. ആൻഡ് റൂൾ നമ്പർ 3, യു വിൽ ഫെയിൽ ഇഫ് യു കീപ് കമ്പയറിംഗ് ടു അതേഴ്സ്. ഇത് ഞാൻ ഗ്യാസ് ആറ്റോമിക് ഹാബിറ്റ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആ ഒരു ചാപ്റ്ററിൽ നമ്മളെ തന്നെ മറ്റേതായിട്ട് കമ്പയർ ചെയ്ത് അവരെ അഡ്മയർ ചെയ്ത് അത് ഒരു ശോകമാണ് ശരിക്കും. ആസ് ഇൻ ഇപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അവരുടെ ലൈഫ് സ്റ്റൈൽസ് ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെ അഡ്മയർ ചെയ്ത് അതിൽ അലിഞ്ഞു പോകും. ആൻഡ് നമ്മളെ തന്നെ ഇങ്ങനെ കണ്ണാടി നോക്കി ചിന്തിക്കും, ഇതൊരു തോൽവിയാണെങ്കിൽ. നിങ്ങളുടെ ബ്രെയിനെ ഫീഡ് ചെയ്യുന്നത് നിങ്ങൊരു തോൽവിയാന്നുള്ളത്. ട്രസ്റ്റ് മീ, അത് എട്ടങ്ങേറാക്കും. 8ന്റെ പണിയാണ് നിങ്ങൾക്ക് ഭാവിയിൽ വരും അങ്ങനെയൊക്കെ നിങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നാൽ. കാരണം എല്ലാവരും പൈസ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ക്രേസിയാണ്, നിങ്ങൾക്ക് ഒട്ടത്തരമാണ്. ആ മൊണ്ണനൊക്കെ എന്തിനാണ് അതിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് വേറെ ചിലർക്ക് അതൊക്കെ ഭയങ്കര സെൻസിബിൾ ആയിട്ട് തോന്നും. വേറൊരു എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓൺലി ഫാൻസ്. അറിയാത്തവരായിട്ട് ആരുമില്ല, കുറെ മാന്യന്മാരൊക്കെ ഉണ്ട്. എന്താ സാധനം, അങ്ങനത്തെ ചാതനം എന്നൊക്കെ ചോദിച്ചു വരും. അപ്പം അതിൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ കോടികളും ലക്ഷങ്ങളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ അത് കണ്ടിട്ട് അവരെ പോലെയൊക്കെ ആയിരുന്നെങ്കിൽ, ഐ ഹോപ്പ് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കൂല എന്ന്. സോ അതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണത് പൊട്ടത്തരമാണ്. ഐ മീൻ മണ്ടത്തരമാണ് അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യണത്. ലൈക്ക് ഒരു സെൻസും ഉണ്ടാക്കില്ല. മോർഗൻ ഹസലിൽ പറയണത് എങ്ങനെയാണ്? സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. ദേ ആർ നോട്ട് യു, യു ആർ നോട്ട് ദം. സോ നമ്മൾ ഈ 3 റൂളിനെ പറ്റി നമ്മളിപ്പോൾ പഠിച്ചു. ഇനി മണി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ദർ ഇസ് എ ഹിഡൻ ഫോഴ്സ്. അത് നമ്മളെ റോങ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അതിനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയണം. ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പവർഫുൾ ഫോഴ്സ് ഓഫ് ഓൾ ടൈം, the stories that we tell about money to ourselves. So until then, I'm building something bigger. Stick around. Assalamu alaikum.